ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി അരവിന്ദൻ ഷേയയുടെ മുഖത്ത് നോക്കി പറയാൻ കേട്ടോ, നിന്നെക്കൊണ്ട് ഒരിക്കലും കഴിയില്ലടി ഒരു ഭാര്യയാവാൻ. ചീഫ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ട് നീ എന്നെ കോമാളിയെ പോലെ നീ എന്നെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് നീ എനിക്കൊരു ഭാര്യ ആവില്ലടി, അതുകൊണ്ട് നിൻ്റെ ഡിവേഴ്സ് ഞാൻ നിനക്ക് തരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. പക്ഷെ ഇവർ ടൂർ പോയ സ്ഥലത്ത് നിന്നും അരവിന്ദൻ ഇറങ്ങുന്നത്. അപ്പം അതിന് വരാവുന്ന എപ്പിസോഡ് ഇനി 2 എപ്പിസോഡേ ഉള്ളൂ. ആ സമയമാണ് ഇനി അരവിന്ദനെ യഥാർത്ഥത്തിൽ ഷേയ ആരാണെന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. അങ്ങനെ പറഞ്ഞങ്ങ് വലിച്ചെറിഞ്ഞിട്ട് ഷേയെ വലിച്ചെറിഞ്ഞ് ആകാശിൻ്റെ കൂടെ പോവുകയാണ്. പിന്നീട് അരവിന്ദൻ തൻ്റെ വീട്ടിലെത്താണ്. അപ്പോൾ മാഷും ഗോവിന്ദമാമയും ഹേമയും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. ഹനുവും രമേശൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ഇവരിങ്ങനെ വരുന്നത് കാണുമ്പോൾ, മക്കളെ നിങ്ങൾ ടൂറ് പോയി വന്നോ എന്ന് ചോദിക്കുകയാണ്. ടൂറൊക്കെ കഴിഞ്ഞു എന്നിങ്ങനെ പറയാൻ ആർക്കും തന്നെ മനസ്സില്ല കേട്ടോ. അപ്പോൾ ആ സമയം കാണാം അരവിന്ദൻ പിറകിൽ വരുന്ന അരവിന്ദനെ കാണുന്ന ഹേമ, എൻ്റെ മോന് ഇവരുടെ കൂടെ തന്നെ എത്തിയോ, ഇത്ര പെട്ടെന്ന് നിൻ്റെ ടൂറും കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അരവിന്ദൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ. അതേസമയം മോനെ എന്ത് നീ മിണ്ടാത്ത, നമ്മുടെ പൊന്നു എവിടെ, പൊന്നിനെ കാണാനില്ലല്ലോ, പൊന്ന് എങ്ങോട്ടാ പോയതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴും ഒന്നും മിണ്ടില്ല അരവിന്ദൻ. ഹേമ പിന്നെയും ചോദിക്കുകയാണ് പൊന്നെവിടെയെന്ന്. ചോദിച്ച ഉടൻ തന്നെ ആകാശ് പറയാണ്, അതെ പൊന്ന് സ്വത്ത് മുത്ത് എന്നൊക്കെ വിളി ഇനിയെങ്കിലും നിർത്തിക്കോ, അവളെ യക്ഷി എന്നാ വിളിക്കേണ്ടത്, അത്ര വൃത്തികെട്ട പെണ്ണാണ് അവള്. നീ വായ് തോന്നിയത് വിളിച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്നുവിനെ, എൻ്റെ മകൻ്റെ ഭാര്യയാണ് എൻ്റെ പൊന്നുവിനെ ഓരോന്ന് വിളിച്ചാൽ കേട്ട് നിൽക്കില്ല എന്ന് പറയട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി അരവിന്ദൻ പറയണം, മതി നിർത്ത്, ഒരുപാട് കാലമായി ഞാനിത് കേൾക്കുന്നു, നിങ്ങളുടെ ഒരു പൊന്ന് സ്വത്ത് എൻ്റെ ജീവിതം തകർത്തപ്പോൾ നിങ്ങൾക്ക് മതിയായോ. അത് കേൾക്കുന്ന ഹേമ ആകെ ഞെട്ടലോട് കൂടി നിൽക്കണം കേട്ടോ. എന്താപ്പ ഈ പറഞ്ഞത്, ആരോടാടാ നീ പറയുന്നത്, ആരുടെ മുന്നിൽ വെച്ചാണ്, എൻ്റെ മകന് ഇത്രയും വലിയൊരു മാറ്റത്തിലാണോ ഞാൻ ടൂർ പറഞ്ഞയച്ചത് എന്ന ലെവലിൽ ഹേമ ഇങ്ങനെ നോക്കണം കേട്ടോ. ഹേമ, അരവിന്ദ നീ തന്നെയാണോ എന്നോട് ഈ പറയുന്നത് എന്ന ലെവലിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഉടൻ തന്നെ ഉണ്ടായ കാര്യങ്ങൾ അങ്ങ് അരവിന്ദൻ പറയണം കേട്ടോ. മതി നിർത്തുന്നുണ്ടോ, അവളെ പോലെ ഒരു പെണ്ണിനെ ഒരിക്കലും എനിക്കൊരു ഭാര്യയാവില്ല. എനിക്ക് അമ്മ കല്യാണം കഴിച്ച് തന്നിക്കുന്നത് ഒരു ഭാര്യയല്ല, എനിക്കൊരു ഭാര്യയായി നിൽക്കാനോ ഒരു നല്ലൊരു മരുമകളാവാനോ വേണ്ട, വീട്ടിലെ നല്ല മരുമകളാവേണ്ട, എൻ്റെ ഭാര്യ പദവി ഏറ്റെടുക്കാൻ പോലും അവൾക്ക് കഴിയില്ല. അവൾക്കൊരു കുടുംബിനി ആവാനോ ഒന്നിനോ ഉത്തമയായ ഒരു പെണ്ണല്ല അവൾ. പെണ്ണ് എന്ന് പറയാൻ പറ്റില്ല, പെൺ രൂപത്തിലുള്ള ഒരു ആണാണ് അവൾ. അത്ര തന്നെ അവൾക്ക് സാധാരണ ഒരു മനസ്സല്ല, അവൾക്ക് പകയാണ്, പക. ആ പക വീട്ടാൻ ഒരു കരുവാക്കി എടുത്തിരിക്കുന്നത് എന്നെയാണ്. അത് മനസ്സിലാക്കാതെ ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി. അത് ഈ അമ്മയുടെ വാക്ക് കേട്ട് എൻ്റെ ജീവിതം നായ നക്കി എന്ന് പറയാൻ പറ്റില്ല എനിക്ക്. അതിലും വലുതാണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ ജീവിതം ആകെ പോയി. എന്താണ് അവിടെ ഉണ്ടായതെന്ന് അവിടെ ചോദിക്കാണ്. അരവിന്ദൻ പറയണേ, എനിക്കത് പറയാൻ പോലും എൻ്റെ നാവ് അറക്കുന്നു, വെറുക്കുന്നു. അവളെക്കുറിച്ച് ഒരു വാക്ക് എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ മാഷ് ചോദിക്കുകയാണ്, മോനെ ആകാശേ എന്താണ് സത്യത്തിൽ അവിടെ നടന്നതെന്ന് പറയുക. അപ്പോൾ ആകാശ് പറയണേ, ഞങ്ങൾക്കച്ഛ എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ, ഒരിക്കലും ഷേയ അരവിന്ദേട്ടനെ അനുസരിച്ചൊരു പെണ്ണാവില്ലെന്ന്. എന്നോടുള്ള പക വീട്ടാനും ഈ കുടുംബത്തിനോടുള്ള പക വീട്ടാനും അരവിന്ദേട്ടൻ കാരണമാണ് ഞാൻ ചാരുവിനെ കല്യാണം കഴിച്ചെന്നൊരു തോന്നൽ ഈ പറയുന്ന ഷേയിലുണ്ട്. ആ ഒരു പക വീട്ടാൻ അരവിന്ദേട്ടനെ തന്നെ കരുവാക്കി അരവിന്ദേട്ടൻ്റെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയാണ് അവൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. അതൊക്കെ എനിക്കറിയാടെ മോനെ, അതൊന്നും നീ എന്നോട് പറയണ്ട എന്ന് മാഷ് പറയുമ്പോൾ, അതെ അച്ഛാ അതൊന്നും പറയണ്ട എന്ന് എനിക്കറിയാം, പക്ഷെ പറയുമ്പോൾ കൂട്ടത്തിൽ അറിയാത്ത പൊന്ന് സ്വത്ത് എന്നൊക്കെ വിളിക്കുന്ന ചില ആളുണ്ടല്ലോ. എടാ നീ എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ അതെ, അമ്മയെ ഉദ്ദേശിച്ച് തന്നെയാണ്. അമ്മയാണ് ഇന്ന് ഈ കുടുംബം ഈ അവസ്ഥയിലാവാനുള്ള കാരണം. നമ്മുടെ ഏട്ടൻ്റെ ജീവിതം തകർത്തത് അമ്മയാണ്. എടാ നീ എന്തൊക്കെയാ പറയുന്നത് അരവിന്ദ, അവൻ എന്നെ പറയുന്നത് കേട്ടില്ലേ, മതി അമ്മ നിർത്ത്, അമ്മ തന്നെയാണ് എൻ്റെ ജീവിതം തകർത്തത്. അപ്പോൾ ഉടൻ തന്നെ എന്താടാ അവിടെ ഉണ്ടായത്, എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ ഞാൻ അതിന് മാത്രം എന്താടാ അരവിന്ദ, നീ എന്നും നന്നാവണം, നിനക്ക് നല്ലൊരു പെണ്ണ് കിട്ടണം, ഇവരൊക്കെ നിനക്ക് നല്ലൊരു പെണ്ണിനെയും നല്ലൊരു ഗവൺമെൻറ് ജോലിക്കാരെയും കിട്ടിയതിനുള്ള അസൂയടാ. അല്ല, ആരും എനിക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെ എനിക്കെതിരെ ചെയ്തത് മുഴുവൻ അമ്മയാണ്.
അമ്മയാണ് ആ പെണ്ണിനെ എൻ്റെ തലയിലോട്ട് കെട്ടി വലിച്ചത്. അവൾ ഒരിക്കലും എനിക്കൊരു ഭാര്യയാവില്ല. അവളെ എന്നോട് ചെയ്ത ക്രൂരതകൾ എണ്ണി അമ്മയോട് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നൈറ്റിൽ നടന്ന ആ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. മനഃപൂർവ്വം അവിടെ വന്നൊരു ജിത്തു എന്ന് പറയുന്ന പയ്യനോട് തല്ലുകൂടിയതും പിന്നീട് പോലീസ് സ്റ്റേഷനിലോട്ട് പോയതും അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്നും എന്നെ പിന്നെ രക്ഷിക്കാൻ വേണ്ടി ആകാശ് വന്നപ്പോൾ അവിടെ പോലീസിനോട് ഒരു ദിവസം രാത്രി അവിടെ കിടത്താൻ പറഞ്ഞതും പിന്നീട് അവിടുന്ന് ഞാൻ രക്ഷപ്പെട്ടു വരുമ്പോൾ കുറേ ഗുണ്ടകളെ കൊണ്ട് എൻ്റെ കൈയും കാലും തല്ലിയൊടുക്കാൻ അവൾ പറഞ്ഞിരിക്കുക. എന്നാൽ ഞാൻ അവർക്ക് തിരിച്ച് കണക്കിന് ആകാശം ഞാനും കൂടി കൊടുത്തപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞതാണ് ഈ ഒരു മാഡം ഈ ഒരു ഫോട്ടോ അയച്ചു തന്നതാണ്. അപ്പോഴാണ് ഈ സത്യങ്ങളെല്ലാം ഞാൻ അറിയുന്നതെന്ന് ഉള്ള കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. അങ്ങനെ ഇതൊക്കെ കേൾക്കുന്ന ഹേമാകെ വെറുങ്ങലിച്ച് പോവാണ്. അപ്പോൾ ബാലമാമ പറയാണ്, മോനെ അരവിന്ദ, ഈ വിവാഹം നടക്കാൻ വേണ്ടി അവള് എന്തും ചെയ്യുന്ന എനിക്ക് നന്നായി അറിയാം. അവള് ക്രൂരത മാത്രം ചെയ്യാൻ ജനിച്ചവളാണ്. അവളെപ്പോലെ ഒരു പെണ്ണിനെ ഈ തറവാട്ടിലോട്ട് ഒരിക്കലും കൈപ്പിടിച്ച് കയറ്റരുതെന്ന് നിന്റെ അമ്മയോട് നിന്നോട് ഞാൻ കെഞ്ചി പറഞ്ഞതല്ലേ. എന്നിട്ട് നിങ്ങൾ എൻ്റെ വാക്കിന് വില കൊടുത്തോ? അവള് നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി എന്നെ എന്താണ് ചെയ്തു കൂട്ടിയതെന്ന് ഓർത്ത് നോക്ക്. അത് തന്നെ മതിയില്ലേ ഏതൊരു പെണ്ണും ചെയ്യാവുന്ന ഒരു കാര്യമാണ് അവൾ ചെയ്തിരിക്കുന്നത്. ഒരു ചെറുക്കനെ കിട്ടാൻ വേണ്ടി ചെറുക്കൻ്റെ അച്ഛനെ കെട്ടിയിട്ട് ബലം പ്രയോഗിച്ച് സ്വന്തം ചെറുക്കൻ കല്യാണം കഴിക്കുന്ന ആ മണ്ഡപത്തിൽ തന്നെ കൊടുന്നു വെച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടും നീ അവളെ മനസ്സിലാക്കാതെ പോയല്ലോടാ മോനെ. ഈ അച്ഛൻ എപ്പോഴും എൻ്റെ മക്കൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി മാത്രമാണ് ആഗ്രഹിച്ചത്. എൻ്റെ പെങ്ങളുടെ മകൾ ചാരു, ഇവളെ ഞാൻ നിന്നോട് വിവാഹം കഴിക്കാൻ പറഞ്ഞപ്പോൾ നീ അതിന് സമ്മതിക്കാതെ നീ ഒളിച്ചോടിയപ്പോഴും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവളെപ്പോലെ ഒരു പെണ്ണിനെ നീ കല്യാണം കഴിക്കരുതായിരുന്നു. ചാരുവും ആകാശവും തന്നെയായിരുന്നു യോജിക്കേണ്ടത്. അത് ദൈവം എഴുതി വെച്ച ഇതാണ്. അത് ആ നിമിത്തമാണ്. ആ നിമിത്തം അത് സംഭവിച്ചു. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതല്ലല്ലോ. നീ മനഃപൂർവ്വം നിനക്കുള്ള കുരുക്ക് കഴുത്തിൽ മുറുക്കാൻ ഒരു വടയക്ഷി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട പെണ്ണിനെ അല്ലടാ നീ കല്യാണം കഴിച്ചത്. അവളെപ്പോലെ അവളെ എന്താണ് ഞാനവിടെ പറയേണ്ടതെന്ന് അവളെ അറിയില്ല. അവളെ എന്ത് ഉപമിച്ചാലും മതി വരില്ല. അത്രയും വൃത്തികെട്ട പെണ്ണാണ് അവൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. എമ്മ പറയണില്ല, എൻ്റെ പൊന്നു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മതി അമ്മയുടെ പൊന്നു, അവൾ പൊന്നല്ല, നിർത്തുന്നുണ്ടോ എന്ന് അരവിന്ദൻ പറയണേ. ഇനി അവളെക്കുറിച്ച് അമ്മ ഇവിടെ പൊന്നു മുത്ത് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു വാക്ക് പ്രയോഗിച്ചാലുണ്ടല്ലോ ഞാൻ ആരാണെന്ന് ശരിക്കും അമ്മക്ക് അറിയുമെന്ന് പറഞ്ഞ അരവിന്ദൻ പോവുകയാണ് കേട്ടോ. ഇതേ സമയം ഷേയുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുകയാണ്. ഷേയ, ഈശ്വര, ഞാൻ ആ വീട്ടിലോട്ട് ഇനി എങ്ങനെ കയറിപ്പറ്റും? അവൻ്റെ മനസ്സിൽ എങ്ങനെ ഞാനൊരു ഇടം ഉണ്ടാക്കും? എനിക്കൊന്നും തന്നെ അറിയില്ലല്ലോ ഈശ്വര. ഞാൻ ഇനി എന്താ ചെയ്യുക? അവൻ്റെ മനസ്സിൽ ഒരു ഇടമുണ്ടാക്കാൻ എനിക്ക് എന്തായിരിക്കും ഇനി ഒരു വഴി എന്നൊക്കെ ചിന്തിച്ചിട്ട് ഷേയ തൻ്റെ വീട്ടിലോട്ട് ചെല്ലാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ ഉടൻ തന്നെ ഷേയുടെ അമ്മ ചോദിക്കാണ്, നീ എന്തോടെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന അരവിന്ദനില്ലേ? അപ്പം കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ, എടി ഞാൻ നിന്നോട് പറഞ്ഞതാണ് ആ ചാരു എന്ന് പറയുന്നവൾ അത്ര നല്ല നിസ്സാരക്കാരിയല്ലെന്ന്. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താ? നീ കുഴിച്ച കുഴി നീ തന്നെ വീടോ? ചാരു ഇപ്പോൾ എന്തായി? ആ വീട്ടിലെല്ലാവർക്കും മുന്നിൽ സത്യം തെളിയിച്ചില്ലേ? നിന്റെ മനസ്സിലുള്ള ആ നിഗൂഢതകൾ അവൾ പുറത്തു കൊണ്ടുവന്നില്ലേ? നീ എന്തിനാണ് മോളെ ഇങ്ങനെ നിന്റെ ജീവിതം തന്നെ തൊലച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ഷേക്ക് പറയാൻ വാക്കുകളില്ല. ഈശ്വര, ഇനി എന്താ അങ്ങോട്ടേക്ക് കയറിപ്പറ്റാൻ? ഇതേ സമയം അരവിന്ദനാണെങ്കിലോ തൻ്റെ മനസ്സിങ്ങനെ നീറുകയാണ്. ഇവളെപ്പോലെ ഒരു പെണ്ണ് അതിരാത്രി നടത്താം, ഫസ്റ്റ് നൈറ്റ് നടത്താം, അവളുടെ മുന്നിൽ ഞാനൊരു കോമാളി ആയതിനെ കുറിച്ചും തന്നെ ഒരു ഗുണ്ടക്ക് പിടിച്ചു കൊടുത്ത് തന്നെ ഇടിച്ച് കൊല്ലാൻ പറഞ്ഞ, തൻ്റെ കൈയും കാലും ഒടിച്ചിടാൻ പറഞ്ഞ ആ ഒരു മനോഭാവമുള്ള ഒരു ഭാര്യയെ താൻ എന്തിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആ മനോഭാവമൊക്കെയാണ് കേട്ടോ. അവൾ വേണ്ട, അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ഡിവേഴ്സിന് പെട്ടെന്ന് കാര്യങ്ങൾ നീക്കട്ടെ എന്ന തീരുമാനമായി മുന്നോട്ട് പോവുകയാണ് കേട്ടോ.